വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായി ചാലിയാറിൽ നിന്നും വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. പോലീസ്, ചാലിയാർ പുഴയുടെ തീരഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവരൊക്കെ തന്നെ ഈ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നു. ചാലിയാറിൽ നിന്ന് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ, പറയൂ സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ചാലിയാർ പുഴയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് പ്രധാനമായും പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെയുള്ള ചാലിയാർ പുഴയിലൂടെയുള്ള 70 കിലോമീറ്ററാണ് പ്രധാനമായും ജലത്തിലൂടെയുള്ള തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. വെള്ളത്തിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇരുകരയിലും തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അല്പസമയം മുന്നേ, ഏതാണ്ട് അരമണിക്കൂർ മുന്നെയാണ് ഈ ചാലിയാർ പുഴയ്ക്ക് സമീപമുള്ള കുമ്പളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ ഈ കാട്ടിൽ ഒരു ശരീരഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ള കാര്യം നിലവിൽ വനം വകുപ്പിന് പോലീസിനെയും അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനത്തിലേക്ക് തണ്ടർ ബോൾട്ട്, പോലീസ്, ഫയർ, ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ ഇവരുടെ ഒരു സംഘം നിലവിൽ ഈ വനത്തിലേക്ക് പ്രവേശിച്ച് നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഉടൻ തന്നെ ഈ ചാലിയാർ പുഴ മുറിച്ച് കരയിലേക്ക് കടത്തി നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ രക്ഷാ ദൗത്യ സംഘത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. സമയത്തിനകം തന്നെ ഈ ശരീരഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചാലിയാറിൽ വിപുലമായ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയിൽ 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ആ ശരീരഭാഗങ്ങൾ മാത്രമാണ് ഈ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം തന്നെ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ നിലവിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ലഭിച്ചിരിക്കുന്ന ഈ ശരീരഭാഗങ്ങളും ഇന്ന് ലഭിക്കുന്ന ശരീരഭാഗങ്ങളും ഒഴുകിയതാണെങ്കിൽ അവ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നഗരസഭയുടെ ശ്മശാനത്തിന് സമീപം നിലവിൽ ഇവിടെ ഒരു സ്ഥലം പ്രത്യേകമായി തയ്യാറാക്കി അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിലുള്ള തിരച്ചിൽ നിലവിൽ ഊർജിതമായി നടക്കുന്നു. ഇതുവരെ ശരീരഭാഗങ്ങളൊന്നും തന്നെ നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീരാജ്, കാലിക്കറ്റ് SK, ഈ തെരച്ചിൽ എത്ര ദിവസം ഉണ്ടാകും? നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. സർക്കാർ എടുക്കേണ്ട തീരുമാനമാണത്. മാത്രമല്ല, തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ഒക്കെ സംസാരിച്ച് യഥാർത്ഥത്തിൽ ഇനി ഒരു മൃതദേഹവും അവിടെ ബാക്കിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ. മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഈ കാര്യം, പ്രത്യേകിച്ച് വനപ്രദേശമാണ് ചാലിയാർ പുഴയുടെ വഴിയോരങ്ങളിലൊക്കെ കനത്ത വലിയ നിബിഡമായ വനങ്ങളുണ്ട്. മാത്രമല്ല, സൂര്യപ്രകാശം വീഴാൻ മടിക്കുന്ന വനങ്ങളുണ്ട്. ഈ വനമേഖലയിലൊക്കെ തന്നെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ തെരച്ചിൽ അവസാനിപ്പിക്കാൻ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും.